ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ 1 വയസ്സുകാരന്റെ കൊലപാതകം അച്ഛൻ ഷിജിൽ കൊടും ക്രിമിനലെന്ന് പോലീസ്. ഭാര്യയുമായുള്ള ബന്ധത്തിനിടെ കുഞ്ഞ് കരഞ്ഞു. ഷിജിൽ കുഞ്ഞിനെ മർദ്ദിച്ചു, നെഞ്ചിലിടിച്ചു. പുലർച്ചെ ദേഹാസ്വസ്ഥ്യമുണ്ടായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ അച്ഛൻ പ്രതിയാണെന്ന് കണ്ടെത്തിയിരുന്നു. ഈ അച്ഛൻ ഷിജിൽ കൊടും ക്രിമിനലാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഷിജിൽ കുഞ്ഞിനെ മർദ്ദിച്ചുവെന്നും നെഞ്ചിലിടിച്ചുവെന്നും പുലർച്ചെ ദേഹാസ്വസ്ഥ്യമുണ്ടായിട്ടും കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല എന്നുമാണ് ഇപ്പോൾ പോലീസ് വിവരം നൽകുന്നത്. ഇയാളൊരു കൊടും ക്രിമിനലാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസമാണ് പിതാവ് ഷിജിലിനെതിരെ കൊലക്കുറ്റം ചുമത്തിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയൊക്കെ ചെയ്തിരുന്നു. കുഞ്ഞിനെ മടിയിലിരുത്തി കൈമുട്ടുകൊണ്ട് അടിവയറ്റിലിടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് ഷിജിലിന്റെ മൊഴി. ഷിജിലിന് കുഞ്ഞിനെ ഇഷ്ടമല്ലായിരുന്നുവെന്നും കുഞ്ഞിന്റെ പിതൃത്വവുമായി ബന്ധപ്പെട്ട സംശയമുണ്ടായിരുന്നുവെന്നൊക്കെ ഇയാൾ മൊഴി നൽകിയിരുന്നു. ഇതേ ചൊല്ലി ഭാര്യയുമായി സ്ഥിരം വഴക്കുമുണ്ടായിരുന്നു. ഭാര്യയുമായുള്ള പിണക്കത്തെ തുടർന്നാണ് കുഞ്ഞിനെ മർദ്ദിച്ചു എന്നായിരുന്നു പ്രതിയുടെ പ്രധാന മൊഴി. അടിവയറ്റിലുണ്ടായ ക്ഷതത്തിൽ നിന്നുണ്ടായ രക്തസ്രാവം മൂലമാണ് കുഞ്ഞ് മരിച്ചതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. ഇതിന് പിന്നാലെ പോലീസ് ഷിജിനെ വീണ്ടും ചോദ്യം ചെയ്യുകയും പ്രതി കുറ്റം സമ്മതിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ മാസം 16-നാണ് ഷിജിൽ കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകനായ 1 വയസ്സുകാരനായ ഇഹാൻ കുഴഞ്ഞു വീണ് മരിച്ചത്. അച്ഛൻ ഷിജിൻ കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കഴിച്ചതിന് ശേഷമാണ് കുഞ്ഞ് കുഴഞ്ഞു വീണതെന്നായിരുന്നു അമ്മയുടെ മൊഴി. എന്തായാലും ഇയാൾ ഒരു കൊടും ക്രിമിനലാണ് എന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വിവരം. കുഞ്ഞിനെ സ്ഥിരമായി മർദ്ദിക്കുകയും നെഞ്ചിലിടിക്കുകയും ഇതേ തുടർന്ന് കുഞ്ഞിന് പുലർച്ചെ ദേഹാസ്വസ്ഥ്യമുണ്ടായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ 1 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതിയായ അച്ഛൻ ഷിജിൻ കൊടും ക്രിമിനലാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പോലീസ്.